നാടൻ ജമന്തി ചെടിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയിൽ ഇങ്ങനെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ് ചെയ്തിട്ടും അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തൈകൾ വരും കേട്ടോ. ജമന്തി ചെടി വളർത്തിയവർക്കറിയാം, അടിയിൽ നിങ്ങൾ തൈകൾ വരും. അത് അടർത്തി മാറ്റിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചൊരു വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ചട്ടിയിൽ കാണിച്ചത് അഡീനിയത്തിൻ്റെ കോഡക്സൈൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ നാടൻ ജമന്തി മറ്റ് ജമന്തിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മൾ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നത് ഹൈബ്രിഡിനെക്കാട്ടി നല്ലത് നമ്മുടെ നാടൻ ജമന്തിയാണ്. നല്ല സ്മെല്ലുമാണ് കേട്ടോ ജമന്തി ചെടിക്ക് ഉണ്ടാവാൻ. അടിപൊളിയാണ് ഈ ജമന്തി, സൂപ്പറല്ലേ.